സോ ഹായ്, ഇന്നൊരു ചായ തുടങ്ങി രാത്രിയിലത്തെ ഡിന്നർ വരെയുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. കൊച്ചുളുപ്പം കാലത്ത് ആദ്യം തന്നെ ചായ കുടിച്ചു തുടങ്ങാന്ന് പറഞ്ഞ് കയറിയതാണ് മിൽമയിൽ. ഇവിടെ പിന്നെ മുക്കിന് മൂലയിലും മിൽമ ബൂത്ത് ഉണ്ട്. ഈ കാണുന്ന മുതലിനെ കണ്ട മനസ്സിലാവും ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ച. നേരം വെളുത്തതും ആദ്യം തന്നെ ഞങ്ങൾ അടുത്തുള്ള പാലക്കാട് ഫോർട്ടിലോട്ട് പോയി. അവിടെ നടക്കാനിറങ്ങിയവരെ കുറ്റം പറയുന്നതാണ് ഈ കാണുന്നത്. ഇതിന്റെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരു ജയിലൊക്കെ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജയിലൊക്കെ നേരിട്ട് കാണുന്നത്. പണ്ട് സിനിമയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു മാറ്റമില്ല. ഫോർട്ടും കണ്ട് ഞങ്ങൾ നേരെ വിട്ടത് കൽപ്പാത്തിയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഇതാണ് മധുവേട്ടന്റെ കട, വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കട. അവിടുന്ന് നമ്മളൊരു കാപ്പിയും വാങ്ങി. പണ്ട് പൃഥ്വിരാജിന്റെ പുതിമുഖത്തിൽ മാത്രമേ ഞാൻ കൽപ്പാത്തി കണ്ടിട്ടുള്ളൂ. രാവിലെ തന്നെ വിശപ്പിന്റെ വിളി വന്നപ്പോൾ വേറൊന്നും ചിന്തിച്ചില്ല. നേരെ കയറി 2 ഊത്തപ്പം വടയും കയറി. ഇവിടെ പിന്നെ എല്ലാവരും ബ്രാഹ്മിൻസ് ആയതുകൊണ്ട് ഈ ഒരു കോസ്റ്റ്യൂമിൽ കാണാൻ എല്ലാവരും. കഴിപ്പെല്ലാം കഴിഞ്ഞ് ബില്ല് ചോദിച്ചപ്പോഴേ ഈ ഒരു സാധനം കാണുന്നത് സ്ലൈറ്റ്. പണ്ട് നമ്മൾ അംഗൻവാടിയിൽ ഒഴിവാക്കിയ സാധനങ്ങൾ ഇവരിപ്പോഴും ഉപയോഗിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങി. നമ്മൾ ആദ്യം പോകുന്നത് മലമ്പുഴ ഡാമിലോട്ടാണ്. ഇതാണ് മലമ്പുഴ ഡാം. എനിക്ക് പിന്നെ നല്ല ഭാഗ്യമായതുകൊണ്ട് ആദ്യം തന്നെ നോ എൻട്രി ബോർഡാണ് കണ്ടത്. ഇവിടെ പിന്നെ മെയിൻ്റനൻസ് വർക്ക് കാരണം ആരെയും കയറ്റുന്നില്ല. അവിടുന്ന് നേരെ സമയം കളയാതെ കാക്ക നമ്മളെ കവയിലൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് നമ്മൾ കവയിലെത്തി. അവിടുന്ന് നല്ലൊരു സൺകിസും കിട്ടി. ലൈഫിൽ നിങ്ങൾ എപ്പോഴും പാലക്കാട് വരുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. സമാധാനത്തിന്റെ കൊടിമുടിയിലെത്തിക്കുന്ന സ്പോട്ടാണിത്. ഇവിടുന്ന് പറ്റുന്ന രീതിയിൽ കുറച്ച് ഫോട്ടോസും എടുത്ത് ഞങ്ങളുടെ യാത്ര വീണ്ടും വീട്ടിലെത്തിയത് ഉമ്മ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വന്ന ക്ഷീണത്തിൽ നമ്മൾ ഒരു ഉറക്കവും പാസ്സാക്കി. ഇനി അടുത്ത എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് ഇരിക്കുന്നത്. ചായയുടെ സമയമായപ്പോൾ അതും കിട്ടി. ആ ചായയും കുടിച്ച് വേറൊന്നും നോക്കിയില്ല, നേരെ മല കയറി അട്ടപ്പാടിയിലേക്ക്. ഇവിടെ പിന്നെ പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത് പിന്നെ ഇവിടുത്തെ ആദിവാസികളുടെ ദൈവമാണെന്ന് തോന്നുന്നു. എന്താ ചിരി. ഇതാണ് 10ാം വളവ്, ഇവിടുത്തെ റെസ്റ്റിംഗ് പോയിന്റ്. മല കയറി ഞൊരേപ്പതയും വന്നവർക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം. കുറച്ചുകൂടെ മുന്നോട്ട് പോയ ഈ ഒരു കാഴ്ച കാണാം. ഇതുപോലത്തെ ഓരോ കാഴ്ചയിലും പാലക്കാടിനോടുള്ള കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുക. അവിടുന്നുള്ള കാഴ്ചയും കണ്ട് നേരെ ഞങ്ങൾ മലയിറങ്ങാണ്. അവിടുന്ന് നേരെ ഞങ്ങൾ ടൗണിലെത്തി. ഇവിടുന്ന് നമ്മളൊരു ഇറാനി ചായയും ബൺമസ്കയും വാങ്ങി. നമുക്ക് പിന്നെ വിശപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് ടേസ്റ്റ് ഒന്നും നോക്കിയില്ല. പക്ഷെ പറയണമല്ലോ, ഈ ഒരു സാധനം അടിപൊളിയായിരുന്നു, ആ കാട പപ്സ്. അവിടുന്ന് നമ്മൾ നാളത്തെ യാത്രയ്ക്കുള്ള ഇന്ധനവും കയറ്റി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. വീട്ടിൽ ചെന്നതും പ്ലേറ്റ് നിറയെ കംപ്ലീറ്റ് ഇറങ്ങിയ. അപ്പൊ ഇതും കഴിച്ച് ഇനി ഞാൻ കടന്നുറങ്ങട്ടെ. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.